ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷാബ്സ് കെമിസ്പാർക്ക്. നാം ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് ഏരിയകളാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലൂടെയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നൈട്രജൻ ഫാമിലിയെക്കുറിച്ച് അതിലെ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കിയത്. ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നോക്കാം. കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോസ്ഫറസിൻ്റെ ഓക്സോ ആസിഡ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഫോസ്ഫീനിക് ആസിഡ് ഓർ ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ്, ഫോർമുല H3PO2. സ്ട്രക്ചർ വരച്ച് പഠിക്കുക, എന്നാൽ നമുക്ക് അതിൽ നിന്ന് വരുന്ന ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ H3PO2ൽ ഒരു അയണൈസബിൾ ഹൈഡ്രജൻ ആണുള്ളത്, അത് OH-ലുള്ളതാണ് നോക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസിസിറ്റി 1 ആണ്. അതുപോലെ H3PO2യുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1. സെക്കൻഡ് വൺ, ഫോസ്ഫോണിക് ആസിഡ് ഓർ ഓർത്തോ ഫോസ്ഫറസ് ആസിഡ് H3PO3. അതിൽ 2 അയണൈസബിൾ ഹൈഡ്രജൻ ഉണ്ട്, അതിൻ്റെ ബേസിസിറ്റി 2, ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. തേർഡ് വൺ, ഫോസ്ഫോറിക് ആസിഡ് ഓർ ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് H3PO4. 3 OH ബോണ്ട് വരുന്നുണ്ട്, 3 അയണൈസബിൾ ഹൈഡ്രജൻ ഉണ്ട്, ബേസിസിറ്റി 3, ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5. ഹൈപ്പോ ഫോസ്ഫോറിക് ആസിഡ് H4P2O6. സ്ട്രക്ചർ വരച്ച് പഠിക്കാം. ചിലപ്പോൾ എത്ര PO ബോണ്ട് ഉണ്ട്, എത്ര PP ബോണ്ട് ഉണ്ട്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ H4P2O6ൽ 4 അയണൈസബിൾ ഹൈഡ്രജൻ ഉണ്ട്, അതിൻ്റെ ബേസിസിറ്റി 4 ആണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4. നെക്സ്റ്റ് വൺ, പൈറോഫോസ്ഫോറിക് ആസിഡ് H4P2O7, 4 അയണൈസബിൾ ഹൈഡ്രജൻ, ബേസിസിറ്റി 4, oxidation state +5. Another one, triphosphoric acid H5P3O10, 5 ionizable hydrogen, so basicity 5, oxidation state +5. Next one, cyclic oxo acid ആണ്. ഫോസ്ഫറസിൻ്റെ cyclic oxo acid cyclotrimetaphosphoric acid HPO3 thrice. അതിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5. അതിൽ അയണൈസബിൾ ഹൈഡ്രജൻ 3 വരുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ബേസിസിറ്റി 3 ആയിരിക്കും. നെക്സ്റ്റ് വൺ, പോളിമറിക് ഓക്സോ ആസിഡ് പോളിമെറ്റാഫോസ്ഫോറിക് ആസിഡ് HPO3 n ടൈംസ്. ഇതിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5. നെക്സ്റ്റ് വൺ, ഫോസ്ഫറസ് ഓക്സൈഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഫോസ്ഫറസ് ഓക്സൈഡ് സ്ട്രക്ചറും ഞാൻ കൊടുത്തിട്ടില്ല. P4O6, P4O10, അതുപോലെ തന്നെ P4O8 കൊടുത്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത് നമ്പർ ഓഫ് POP ബോണ്ടാണ്. POP ബോണ്ട് ഈ 3 സ്ട്രക്ചറിലും 6 ആണ് വരുന്നത്. ഈ ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങളോട് എത്ര PO ബോണ്ട് ഉണ്ട്, എത്ര PP ബോണ്ട് ഉണ്ട്, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വരാറുണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡൈബേസിക് ആസിഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രക്ചർ നന്നായിട്ട് അറിയണം, എന്നാൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്ഷൻ എ, ഫോസ്ഫറസ് ആസിഡ്, ബി, ഫോസ്ഫോറിക് ആസിഡ്, സി, ഹൈപ്പോഫോസ്ഫറസ് ആസിഡ്, ഡി, ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ്. ആൻസർ ഓപ്ഷൻ എ, ഫോസ്ഫറസ് ആസിഡ്. The basicity of phosphorus acid, orthophosphoric acid and metaphosphoric acid are respectively. Option A, 3, 2 and 1, B, 2, 3 and 1, C, 2, 1 and 3, D, 1, 2 and 3. Answer option B, 2, 3 and 1. അത് അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റം നോക്കിയിട്ടാണ് നമ്മൾ ബേസിസിറ്റി പറയുന്നത്.
Total number of sigma bonds in P4O10 is option A 10, B 20, C 16, D 6. ആൻസർ ഓപ്ഷൻ സി 16. അപ്പോൾ എല്ലാ ഫോസ്ഫറസ് ഓക്സൈഡിൻ്റെയും സ്ട്രക്ചർ നന്നായിട്ട് പഠിക്കണം. Basicity of orthophosphoric acid is option A 5, B 4, C 2, D 3. Answer option D 3. Which of the following is a tetrabasic acid? Pyrophosphoric acid, orthophosphoric acid, metaphosphoric acid, orthophosphorus acid. Answer option A pyrophosphoric acid. By the action of hot concentrated H2SO4, phosphorus changes to option A orthophosphoric acid, pyrophosphoric acid, metaphosphoric acid, phosphorus acid. Answer option A orthophosphoric acid. Oxidation state of +1,4 phosphorus is found in option A H3PO3, B H3PO2, C H3PO4, D H4P2O7. Answer option B H3PO2. H3PO2 is the formula for one of the phosphorus acids. Its name and basicity are respectively hypophosphoric acid and 2, hypophosphorus acid and 1, phosphorus acid and 2, hypophosphorus acid and 2. B. Answer option B hypophosphorus acid and 1. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടാവാം, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ പല രീതിയിൽ അത് ചോദിക്കുന്നുണ്ട്. Phosphoric acid is syrupy in nature due to option A van der Waals forces, B strong covalent bond, C hydrogen bonding, D none of the above. Answer option C hydrogen bonding. P4O10 is heated with water to give option A orthophosphorus acid, orthophosphoric acid, hypophosphorus acid, hypophosphoric acid. ആൻസർ ഓപ്ഷൻ ബി ഓർത്തോഫോസ്ഫോറിക് ആസിഡ്. നിങ്ങൾ എല്ലാ ഫോസ്ഫറസ് ആസിഡിൻ്റെയും ഹീറ്റിംഗ് റിയാക്ഷൻസ് എക്സാമിന് നോക്കിയിട്ട് പോകണം, അത് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവാറുണ്ട്. Which one of the following oxo acids of phosphorus is reducing in character? Important question ആണ്. ഓപ്ഷൻ എ H3PO3, B HPO3, C H4P2O7, D H3PO2. Answer option D H3PO2. The number of POP bonds in cyclic metaphosphoric acid is option A 0, B 4, C 2, D 3. Answer option D 3. The final product of hydrolysis of P4O10 is option A H6P2O8, B H6P4O13, C H4P4O12, D H5P3O10. Answer option A H6P2O8. The basicity of phosphorus acid, orthophosphoric acid and metaphosphoric acid are respectively option A 3, 2 and 1, B 2, 3 and 1, C 2, 1 and 3, D 1, 2 and 3. Answer option B 2, 3 and 1. അത് അയോണൈസബിൾ ഹൈഡ്രജൻ ആറ്റം. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡൈബേസിക് ആസിഡ്? അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രക്ചർ നന്നായിട്ട് അറിയണം, എന്നാൽ ആൻസർ
P4O10 has short and long PO bonds. The number of short PO bonds in this compound is option A 4, B 3, C 2, D 1. Answer option A 4. Main constituent of bonds is option A CaCO3, B CaSO4, C Ca3PO4 twice, D CaF2. Answer option C Ca3PO4 twice. നമ്മൾ നൈട്രജൻ ഫാമിലിയാണ് പറയുന്നത്. അപ്പോൾ അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Sodium hexametaphosphate Carlgen is used as, very important, option A an ion exchange resin, B an insecticide, C a water softener, D a cleansing agent. Answer option C water softener. നമ്മൾ ഹാർഡ്നെസ്സിൽ പറയുന്നതാണിത്. Thomas slag is option A Ca3PO4 twice, B CaSiO3, C mixture of A and B, D FeSiO3. Answer option C mixture of A and B. Which one of the following oxo acids of phosphorus is reducing in character? Important question ആണ്. Option A H3PO3, B HPO3, C H4P2O7, D H3PO2. Answer option D H3PO2. PCl3 is stored in a well-stoppered bottle because option A it is decomposed by light, B it is highly volatile, C it reacts with moisture of air, D it reacts with air to form POCl3. Answer option C it reacts with moisture of air. Bismuth chloride on hydrolysis forms a white precipitate of option A bismuth hydroxide, B bismuth oxychloride, C bismuth pentachloride, D bismuthio acid. Answer option B bismuth oxychloride. H3PO2 is the formula for one of the phosphorus acids. Its name and basicity are respectively hypophosphoric acid and 2, hypophosphorus acid and 1, phosphorus acid. The final product of hydrolysis of P4O6 is option A H3PO3, B H6P4O13, C H4P2O7, D HPO3 n times. Answer option A H3PO3. Ammonium chloride is used to clean metal surface because option A ammonium chloride is a volatile chloride, B ammonium chloride dissociates into ammonia and HCl on warming, C ammonium chloride forms soluble complex with metal, D none of the above. Answer option B ammonium chloride dissociates into ammonia and HCl on warming. P4O10 has short and long PO bonds. The number of short PO bonds in this compound is option A 4, B 3, C 2, D 1. Answer option A 4. Sodium hexametaphosphate Carlgen is used as, very important, option A an ion exchange resin, B an insecticide, C a water softener, D a cleansing agent. Answer option C water softener. നമ്മൾ ഹാർഡ്നെസ്സിൽ പറയുന്നതാണിത്.